ഹലോ മൈ ഡിയർ, ഇന്നിപ്പോൾ ഞാൻ പുതുതായിട്ടൊരു വീഡിയോ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തെ ചേച്ചി നമുക്ക് ഈ ചപ്പി കുടിക്കുന്ന തരത്തിലുള്ള മാങ്ങയില്ലേ, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഞാനതൊരു ജ്യൂസ് പോലെ ആക്കാമെന്നുള്ള സെറ്റപ്പിലാണ് ഇന്ന്. കാരണം ചൂടല്ലേ എല്ലാവരും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അതുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ നമ്മൾ പൂളിയിട്ടുണ്ട്. അപ്പോൾ പൂളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൾപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞിട്ട് തൊലിയുടെ ഉള്ളിൽ നിന്ന് പൾപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി പാല് ഇതിൽ നിന്ന് ഇച്ചിരി പാല് പൊട്ടിച്ചിടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പഴം, ഞാനൊരു ചിങ്ങമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം ചിങ്ങമ്പഴവും പിന്നെ ബൂസ്റ്റും പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പൾപ്പും മാമ്പഴവും പിന്നെ പാലും ചിങ്ങമ്പഴവും അതുപോലെ തന്നെ ഞാനിച്ചിരി ബൂസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പഴവും പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റ് ഒരു പാക്കറ്റ്, 10 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റും എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. പാലെന്ന് പറഞ്ഞത് 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ അത് നല്ല ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പഞ്ചസാര ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ മധുരത്തോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർക്കാം. മധുരം നല്ലപോലെ വേണ്ടവർക്ക് നല്ലപോലെ പഞ്ചസാര ഇടാം. അങ്ങനെ ഞാൻ ദാണ്ടേ അത് ഇതിലോട്ടോട്ട് ഞാൻ ഒഴിക്കുവാണ്, ഗ്ലാസ്സിലോട്ട് ഞാൻ മാറ്റുവാണ്. കണ്ട, നല്ല തിക്കായിട്ട് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ബൂസ്റ്റൊക്കെ ഇട്ട്, ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.